എപ്പോഴാണോ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത് നിർത്തുന്നത്, അപ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള കുറേ നല്ല കഴിവുകൾ നമുക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റുക. സ്കൂളിലൊക്കെ കുറേ കാര്യങ്ങളിൽ പിന്നിലേക്ക് നിന്നൊരാളാണ് ഞാൻ. ഞാനാണ് ഇപ്പം കുറേ കാര്യങ്ങൾ തനിയെ ചെയ്യാനും എല്ലാം തുടങ്ങിയത് സത്യം പറഞ്ഞാൽ കോളേജിലേക്ക് വന്നതിന് ശേഷമാണ്. അതെ, ഞാനിന്നൊരു മോട്ടിവേഷണൽ സെഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിലേക്ക് പോവാണ്. പോകുന്ന വഴിയിലൊരു നല്ല ചായക്കടയൊക്കെ കണ്ടപ്പം അവിടെ നിന്ന് ചായയും കടയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ പോകുന്നത്. നാല് മണിക്കോ പങ്കെടു പോണ്ട ആവശ്യമുണ്ട്. ഞാൻ വലിയ കാര്യത്തിൽ ക്യാമറയൊക്കെ പിടിച്ച് പോയോണ്ട് ഞാനൊരു വലിയ ഇൻഫ്ലുവൻസറാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നോട് പറയാ വൈകിട്ട് വരാം. ഞാനായിട്ട് പിന്നെ തിരുത്താനും പോയില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇപ്പം 2K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കിങ്ങനെ നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്നൊന്നും. സോ ഐ ആം ഫീലിംഗ് ട്രൂലി ബ്ലെസ്ഡ്. സോ ഞാൻ ഇപ്പോൾ പോകുന്നത് അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ കമാലുദ്ദീൻ സാറാണ് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സെഷൻ കൊടുക്കണം എന്ന് പറയുന്നത്. ഇതിനു മുന്നേ കമാലുദ്ദീൻ സാർ എന്നെ വേറൊരു കോളേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തെ കാര്യമൊന്നും എനിക്ക് ആലോചിക്കാനേ വയ്യ. കാരണം എന്താണെന്നറിയാലോ, സോഷ്യൽ ആങ്സൈറ്റി, എല്ലാ കാര്യവും ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതൊക്കെ അതിന് ശേഷം ഉണ്ടായിരുന്ന കുറേ കോളേജ് എക്സ്പീരിയൻസസ് ആയാലും വേറെ ലൈഫ് കടന്നുപോയ കുറേ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ മാറ്റിയെടുത്തതാണ് ഞാൻ ആ ഒരു സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. മാറ്റിയെടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചായിരുന്നേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കുക കലപിലയാണെങ്കിലും അത് നമ്മൾ പിള്ളേരുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് എൻ്റെ ഒരു സംസാരമൊന്നും പോയിരുന്നേ ഇല്ല. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ലൈഫിൽ. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് എൻ്റെ പേരൻസും ഞാനൊരു ടൈമിലെടുത്തൊരു ഹാർഡ് വർക്കുമാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതത്രയും ഇൻവോൾവ് ആയിട്ട് ചെയ്താൽ അതിനുള്ള റിസൾട്ട് എപ്പോഴേലൊക്കെ കിട്ടും. ഒരു കാര്യത്തിൽ നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ കഴിഞ്ഞ കാര്യം. അതിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെയാണ് നമ്മുടെ വിന്നിങ് പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ആദ്യമൊക്കെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അത് എപ്പോഴാണോ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ ആ കാര്യത്തിന് നന്നായി ഡീൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു വെയിറ്റായിട്ട് നമുക്ക് തോന്നില്ല. ഭയങ്കര ഈസി ആയിട്ട് എല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു കഥ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. റിസ്വാനിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം. സോ എൻ്റെ ഒരു കോളേജ് ലൈഫിൽ വേറൊരു കോളേജിൽ പഠിക്കുന്ന ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് അഡ്വൈസ് കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം അച്ചീവ് ചെയ്യുകയാണെങ്കിലും അത് ഒരിക്കലും നമ്മളൊരു ഈസി വേയിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളായിരിക്കില്ല. അതിൻ്റെ പിന്നിൽ നമ്മൾ കുറേ ഹാർഡ് വർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാവരും അറിയണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നല്ല ഹാപ്പിനെസ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ഓർ ജസ്റ്റ് ഡു ഇറ്റ്. ബിക്കോസ് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ കോളേജിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ മാക്സിമം ഞാൻ അവിടെ നന്നായി പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. പോകുന്ന വഴിയിൽ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള മീനും കാര്യങ്ങളും വാങ്ങിച്ച് അതുപോലെ തന്നെ നല്ല ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് ദൈവം കുറച്ച് എക്സ്ട്രാ ബ്ലെസ്സിങ്സ് തരും. സോ അങ്ങനെയുള്ളൊരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ അല്ലേ. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.